ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിന് പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, എൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മൾ അന്യനാട്ടിൽ കിടക്കുന്നു, ഇവിടുത്തെ ജോലിയുടെ സാഹചര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെയെല്ലാം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ഒരു ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പം അതിനോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കണ്ടേ. ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുമോ? അപ്പം നിങ്ങൾ സഹകരിക്കും, മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് വീണ്ടും 300 പോയിൻ്റ് മനോഹരമായിട്ട് നമുക്ക് നിഫ്റ്റി റാലി തന്നു. പക്ഷെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറെന്ന് മാത്രമേ ഞാൻ പറയൂ നിലവിൽ. കാരണം നമുക്ക് മുന്നിൽ പല കടമ്പകൾ കടക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏപ്രിൽ 2 വളരെ ക്രൂഷ്യൽ ഡേ ആണ്. ട്രംപിൻ്റെ വായിൽ നിന്ന് എന്ത് വീണെന്ന് അറിയത്തില്ല. ഈ കയറി ആ ഡയലോഗിനകത്തിൽ ഏപ്രിൽ 2 അങ്ങേരെ ഇന്ത്യയെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കയറ്റമൊക്കെ 1-2 ദിവസം കൊണ്ട് തന്നെ താഴെ വീഴാനും മതി. പക്ഷെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി, ഒരു ഫിയർ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ടാണ് വിക്സ് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ വിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിന് മുന്നേ നമുക്ക് ചാർട്ടിലോട്ടൊന്ന് വരുന്നത് എന്താ സംഭവിച്ചത്. ഇന്ന് സംഭവിച്ചത് എന്താണ്? ഒരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് തന്നു. 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നൽകിയത്, ഇല്ലേ? ആ 150 പോയിൻറ്റും ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം കറക്റ്റ് ഞാൻ ഈ വരച്ചിട്ടേക്കുന്ന ഗ്യാപ്പ് അപ്പാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നു. അപ്പം ഈ സമയത്ത് AMO എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സെമിനാറിൻ്റെ ഉള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു AMO പരീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് AMOയുടെ ഒരു ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വെച്ച് AMO എടുത്ത് കുറച്ച് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊരു AMO പ്ലേസ് ചെയ്യാം. കാരണം വെച്ചാൽ എപ്പോഴും ഒരു 150 പോയിൻറ്റ് ഞാൻ നിങ്ങളോട് അങ്ങ് പറഞ്ഞുതരാം. എപ്പോഴും ഒരു 150 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് പെണ്ണെടുത്തില്ല. എപ്പോഴും മാർക്കറ്റ് ഒരു AMOയുടെ ഒരു സംഗതി പറയും. AMO നിങ്ങൾ എന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ AMOയുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഞാനിവിടെ ഒന്ന് വേണമെങ്കിൽ അതൊന്ന് പിൻ ചെയ്തേക്കാം. ഓക്കെ, ഒന്ന് ഐ ബട്ടൺ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. AMO എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ. ഇനി AMOയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു 150 പോയിൻറ്റ്, അറൗണ്ട് ഒരു 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാനുള്ള സാധ്യത ഒരു 80%. 20% അവസ്ഥയിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ മേലോട്ടങ്ങ് പോകും. അതിന് ശക്തമായ കാരണങ്ങൾ എന്തെങ്കിലും കാണും. അല്ലാത്തിടത്തോളം കാലം 150 പോയിൻറ്റ് ഓൺ ആൻ ആവറേജ് 150 പോയിൻറ്റിനടുത്ത് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ 80% ഈ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. ആ സ്ഥാനത്താണ് നമ്മൾ AMO എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ AMO ഉപയോഗിച്ചവർക്ക് അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ, അതായത് ഇപ്പം ഇത് AMO ഇവിടെയാണ്, ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ഹൈയോ അല്ലെങ്കിൽ അതിൻ്റെ ശകലം മുകളിലോട്ടായിരിക്കണം നമ്മുടെ SL വെക്കുന്നത്. കൃത്യമായി SL എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രമേ AMO ചെയ്യാവൂ. അല്ലാത്തവർക്ക് പൈസ ഭയങ്കരമായിട്ട് നഷ്ടം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് AMO ഒന്നും എടുത്ത് ആരും അബദ്ധമൊന്നും കാണിക്കരുത്. ഓക്കെ, അപ്പം ശരിക്കും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ AMO ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ AMOയ്ക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു. AMO കറക്റ്റ് നോക്കിക്കേ, മാർക്കറ്റ് നേരെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും താഴോട്ട്. അപ്പോൾ ഈ ലെവൽ ക്രോസ് ചെയ്യാതെ തന്നെ വീണ്ടും താഴോട്ട് വന്ന് കറക്റ്റായിട്ടൊരു 3 ക്യാൻഡിൽ നമുക്ക് കിട്ടി. അങ്ങനെ AMO നമ്മുടെ സപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ ഞാൻ വോയിസ് ഇട്ടായിരുന്നു, ഇല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പ്രീ മാർക്കറ്റ് സമയത്ത് വോയിസ് ഇട്ടിരുന്നു. 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പാണ്. ഓക്കെ, ഗ്യാപ്പ് അപ്പാണ്. മാർക്കറ്റ് നേരെ താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ വോയിസിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റ് താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ, അല്ല ഒറ്റയടിക്ക് മാർക്കറ്റ് മേലോട്ട് പോകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കാത്തിരുന്ന് എൻട്രി എടുത്തവർക്ക് നല്ലൊരു ക്യാപ്ചർ AMOയിലും കിട്ടി. കൃത്യമായി അവസരം കാത്തിരുന്നു. പക്ഷേ അവർ എത്ര മിനിറ്റ് കാത്തിരുന്നു? 5, 10, 15, 20, 25, 30 മിനിറ്റ്, അരമണിക്കൂർ
കാത്തിരുന്നതിന് ശേഷം അവർക്കൊരു ട്രേഡ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് കറക്റ്റായിട്ട് വന്നു, നേരെ സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം ഇവിടെ ഒരു എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗിനറിന് ഇവിടെ എൻട്രി ഇല്ല. ബിഗിനറിന് നമുക്ക് എൻട്രി കൺഫർമേഷൻ ഒന്നും ഇല്ല, ഇല്ലേ? പക്ഷെങ്കിൽ ഒരു 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 എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ട്രേഡിങ് പഠിച്ച് ഒരു ലെവൽ 2 പോകുന്ന ആൾക്കാർക്ക് ഒരു എൻട്രി ഉണ്ട്. എന്താ കാരണം? ഇതൊരു എൻഗൾഫിങ് ഉണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? കാണിച്ചു വെച്ച് വലുതാക്കി കാണിക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഒരു ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ആണ് ഇവിടെ വീണത്, അല്ലേ? ബുള്ളിഷ് എൻഗൾഫിങ്, അല്ലേ? ഈ വീണ ക്യാൻഡിലിനെ, റെഡ് ക്യാൻഡിലിനെ വിഴുങ്ങത്തക്ക രീതിയിലുള്ളൊരു ക്യാൻഡിലാണ് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ വീണത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കും. റിസ്കി ട്രേഡാണ് ഇത്. റിസ്കി ട്രേഡാണ്. ഒരു കാരണവശാലും ബിഗറിന് ഈ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. എടുക്കുവാണെങ്കിലും അവനിത് ഈ എൻഗൾഫിങ് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവന് ട്രേഡ് എടുക്കാമായിരിക്കും. പക്ഷേ പലരും ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ് എടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം ഇന്നത്തെ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോലും അതിശയിച്ചു. നിങ്ങൾ എല്ലാവരും വളരെ വണ്ടർഫുള്ളായിട്ട് നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എത്രയായി? ഇനി ആൾക്കാർ ചെയ്യാനുണ്ട്. 50 പേര് മാത്രമേ ലോസ് ഉള്ളൂ. ഏകദേശം 250 പേര് ട്രേഡ് ചെയ്തതിൽ 192 പേര് പ്രോഫിറ്റിലാണ്. 56 പേര് മാത്രമേ ഉള്ളൂ ലോസിൽ. അതായത് ലോസ് വരുത്തിയവരെക്കാളും 3 ഇരട്ടി ആൾക്കാർ ലാഭത്തിലിറങ്ങി. അപ്പം നിങ്ങൾ ശരിക്കും പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് അതിൽ മനസ്സിലായി. അപ്പം അത് ന്യായത്തിൻ്റെ പ്രസക്തി, നമ്മളത് ന്യായം ഒരു ചലഞ്ചാക്കി കൊണ്ടുവരിക, അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും ന്യായത്തിൽ ഉറച്ച് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അല്ലേ? ഇങ്ങനെ കാത്തിരുന്ന് നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി, ഇല്ലേ? ഈ കിട്ടുന്ന ആത്മവിശ്വാസം മതി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ട്രേഡിംഗ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി അടുത്ത ആഴ്ച ഞാൻ മന്ത്ലി PL ചോദിക്കും. മന്ത്ലി PL എത്ര പേര് പച്ച കത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ, ശതമാനം വളരെ കുറവായിരിക്കും, ബട്ട് നോ പ്രോബ്ലം. പക്ഷെങ്കിൽ നമുക്ക് ആ മന്ത്ലി എത്ര പേര് കത്തിച്ചു നമുക്ക് നോക്കാം. വീക്കിലി നമുക്ക് എത്ര പേര് പച്ച കത്തിച്ചു നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് ആ പുതിയ തടവുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനെപ്പറ്റി പറഞ്ഞിനി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം എൻഗൾഫിങ് വന്നു മാർക്കറ്റ്. അതിനുശേഷം ഇവിടുന്ന് ഒരു മേലോട്ട് മാർക്കറ്റ് ഒരു റാലി ശ്രമിച്ചു. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോയി, ഇല്ലേ? കറക്റ്റ് അല്ലേ എല്ലാം? അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു സാറിൻ്റെ വര അടിപൊളിയാണ്, അങ്ങനെയാണ്. എന്നെ പൊക്കി എൻ്റെ തല ഉച്ചിയിലിടിച്ച് ഒരു പരുവായി, ഉച്ച മുഴച്ചു. ഓക്കെ, അങ്ങനെ അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പഠിച്ചത് നമ്മൾ വരച്ച് കാണിക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ക്രെഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, തള്ളി മറിക്കാനൊന്നും നമ്മളില്ല. ഓക്കെ, ദൈവം സഹായിച്ച്, എല്ലാം ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈശ്വരാധീനം, ആ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ എല്ലാത്തിലും, ഏത് ബിസിനസ്സിലായാലും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് കറക്റ്റ് റാലി ചെയ്ത് നമ്മൾ പറഞ്ഞ അടുത്ത ലെവലിൽ എത്തി. ഇവിടെയാണ് ഇനി അടുത്ത പഠനം. ഇവിടെ സമയം എന്തുവായി? മണി 11. ഓക്കെ, 11 മണിയായപ്പോൾ 11 AM ആയപ്പോൾ നമ്മളുടെ ടാർഗറ്റ് കഴിഞ്ഞു. ഇതിന് ശേഷം എനിക്ക് എൻ്റെ ട്രേഡ് ഇല്ല. കാരണം ഈ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയമായപ്പോൾ ഞാൻ ഏകദേശം 11:20 ആയപ്പോൾ, ഇത് 11 മണിയാണ് ഈ ടാർഗറ്റ് നമ്മൾ ഹിറ്റായത് 11 മണിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് എന്തുവാന്ന്. 11 AM നമ്മുടെ ഈ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഹിറ്റായത്. ഓക്കെ, ഇതിന് ശേഷം 11:20 ആയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൻ്റെ ഒരു ചാർട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ അഡീഷൻസ് വളരെ കുറവാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് അഡീഷൻസ് വളരെ കുറവാണ്. അതിനർത്ഥം ഇവിടെ ലിക്വിഡിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ഫർദർ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ വീണ്ടും അവിടെ ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് മുകളിലോട്ട് ഓപ്പൺ ആണ്, ഓക്കെ, താഴോട്ട് ക്യാപ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതാണ് താഴോട്ട് മാർക്കറ്റ് ക്യാപ്ഡ് ആണ്, മുകളിലോട്ട് മാർക്കറ്റ് ഓപ്പൺ ആണെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരെ തിരിച്ചു പറഞ്ഞു, മുകളിലോട്ട് മാർക്കറ്റ് ക്യാപ്ഡ് ആണ്, ഓക്കെ, താഴോട്ട് മാർക്കറ്റ് ഓപ്പൺ ആണെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരു ചാർട്ടും കൂടെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ചാർട്ട് എടുത്തിട്ട് ഞാൻ കാണിക്കാമേ. അതായത് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഈ പോയിന്റ് 23,622 വന്നതിന് ശേഷം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നുള്ള കാര്യമാണ്
ഞാൻ നിങ്ങളുടെ വിശദീകരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വിക്സ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് വിക്സ്? വിക്സ് 8 പോയിൻ്റ് ഇതൊന്ന് എടുത്ത് വിക്സ് ഞാൻ എടുക്കാം. ഓക്കെ, വിക്സ് നോക്കിക്കേ. വിക്സ് ഒരു കാരണവശാലും കുറയുന്നില്ല. വിക്സ് താഴേന്ന് കയറി വന്നു. വിക്സ് ഇവിടുന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ലപോലെ വിക്സ് ഹൈക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്ത് വിക്സ് കയറി വരിക. അതുകൊണ്ടാണ് ഇവിടുന്ന് വിക്സ് ഫസ്റ്റ് ക്യാൻഡിൽ വിക്സ് നല്ലപോലെ ഹൈക്കായി, അതിനുശേഷം മാർക്കറ്റ് വിക്സ് ഇവിടുന്ന് ഇങ്ങനെ കയറി വരിക. ഇതിൻ്റെ അർത്ഥം കയറി വരുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇതൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുട്ടിൻ്റെ പ്രീമിയം ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. ഇല്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുട്ട് എന്ത് ചെയ്യുന്നില്ല, പുട്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിനർത്ഥം എന്തുവാ? വിക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിക്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം എന്ത് ചെയ്യും? ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നെഗറ്റീവ് ആണെങ്കിലും മാർക്കറ്റിൽ വിക്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിരിക്കുന്ന കോളായാലും പുട്ടായാലും അതിൻ്റെ പ്രീമിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകും പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. ഇത് പുട്ടാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പുട്ടിന് താഴോട്ട് വരണം. താഴോട്ട് വരുമ്പം താഴോട്ടുള്ളതുണ്ട്, അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഫിക്സിൻ്റെ വാല്യൂ അവിടെ കൂടുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം എന്ത് ചെയ്ത് താഴോട്ട് പോകത്തില്ല. ഈ താഴോട്ട് വരുന്ന മെൽറ്റിങ് അല്ലെങ്കിൽ ഡീകെ അല്ലെങ്കിൽ താഴോട്ട് വരുന്നത് ഈ പുട്ടിൻ്റെ വിക്സിൻ്റെ വാല്യൂ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിരിക്കുന്ന വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും, സാധനം താഴോട്ട് പോകത്തില്ല. ഈ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വിക്സ് നേരെ തിരിച്ച് താഴോട്ട് വരണം. താഴോട്ട് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പുട്ടിൻ്റെ പ്രീമിയം നേരെ താഴോട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന് പുട്ടെടുത്തവർക്ക് ആർക്കും വലിയ നഷ്ടമൊന്നും ഉണ്ടായി കാണാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കണം ചിലപ്പം ഒരു പക്ഷെങ്കിൽ പ്രോഫിറ്റിനകത്തിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരുടെ എണ്ണം കണ്ടത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോകുന്നില്ല. വിക്സ് താഴോട്ട് പോകാതെ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പഠനം നമുക്ക് നോക്കാം. ഒരു പഠനം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ ഒരു പ്രീമിയത്തിൻ്റെ ചാർട്ട് കൊടുത്ത് കാണിക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് 23,600 കോളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിഫ്റ്റി 23,600 കോളാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പ്രീമിയം ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, 5 മിനിറ്റ്സിൻ്റെ ചാർട്ടായി കാണുന്നത്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിരുന്നു 11 മണി എന്ന് പറയുന്ന സമയം ഇതാണ് 11 മണി. ഓക്കെ, 11 മണി എന്ന് പറയുന്നത് ഈ വലിയ ക്യാൻഡിലാണ് 11 മണി. ഇവിടെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യമായതുകൊണ്ട് ഇച്ചിരി സമയം പോവേ. ഇത് നോക്കിക്കേ, ഞാൻ ഇത് വെച്ച് കാണിക്കാം. കറക്റ്റ് നോക്കിക്കേ, ഇത് കണ്ടോ? കറക്റ്റ് 10:55 11 ഈ റെഡ് ക്യാൻഡിൽ, അതായത് ഈ റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, ഇതാണ് 11 മണി. ഓക്കെ, 11 AM. ഓക്കെ, നിങ്ങൾ നോക്കിക്കോണം. ഈ 11 AM ഇതിൻ്റെ പ്രീമിയം എത്രയാണെന്ന് നോക്കിക്കേ. ഈ 11 AM പ്രീമിയം 188 രൂപ. ഓക്കെ, 188 രൂപയാണ് ഇതിൻ്റെ വില. ഓക്കെ, ആലോചിച്ചോണം. 23,600 CE 188 രൂപ. ഓക്കെ, സമയം എത്രയാണ്? 11 മണി, 11 AM. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത കാര്യം നോക്കിക്കോ. ഇനി അടുത്ത കാര്യം നോക്കിക്കോണം. ഈ മാർക്കറ്റ് അടുത്ത ചാർട്ടിലോട്ട് വരാം. ഓക്കെ, ചാർട്ടിലോട്ട് നോക്കിയേ. ഇതാണ് ഈ പറയുന്ന ആ 11 AM എന്ന് പറഞ്ഞാൽ 11 AM എന്ന് പറയുന്ന സമയം ഇതാണ്. ഞാൻ ഇവിടെ കണ്ടല്ലോ, നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, ഞാൻ വരച്ച് കാണിക്കാം. ഇവിടെ കണ്ടല്ലോ, 11 മണിയാണ് ഈ സംഭവം. ഓക്കെ, 11 മണി ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ്. ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയി? മാർക്കറ്റ് പിന്നെ അവിടുന്ന് മുകളിലോട്ട് പോയി. നോക്കിക്കേ, ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലോട്ട് പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്രേഡ് ഇവിടം വരെ ഉള്ളൂ, നമ്മുടെ ടാർഗറ്റ് ഇവിടം വരെയാണെന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ ആ ഓപ്പൺ ഇൻട്രസ്റ്റിന് ചാർട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി ഇല്ല, ഇവിടെ അഡീഷൻസ് വരുന്നില്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിൻ്റെ അവിടെ അഡീഷൻസ് വരുന്നില്ല, അതുകൊണ്ട് മാർക്കറ്റ്
മുകളിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്, ഇവിടെ ഇങ്ങനെ തട്ടിക്കളിക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലിക്വിഡിറ്റി ഇല്ല എന്ന് ഞാനവിടെ പറഞ്ഞിരുന്നു. എത്ര പേര് ഓർമ്മയാണെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? താഴെ വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴെ വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴെ വരുന്നു, മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ ഇവിടെ ആടിക്കളിച്ചു. മാർക്കറ്റ് ഇവിടുന്നതിന് ശേഷം 622 നിന്ന് ഏകദേശം ഒരു 700 വരെ പോയി. നോക്കിക്കേ എത്രയാണ്? 700 വരെ മാർക്കറ്റ് പോയി. ഇവിടുന്ന് ഏകദേശം 80 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്പ് ചെയ്തു. അവസാനം ക്ലോസ് ചെയ്തത് 23,678 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രീമിയം ഒന്ന് നോക്കാം എത്രയാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞ പോലെ തെറ്റാണോ? മാർക്കറ്റ് എത്ര? 203 ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 203 നിങ്ങൾക്ക് എന്തോ കിട്ടി ഇവിടുന്ന് ഇവിടം വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 188 രൂപ 11 മണിക്ക്. വൈകുന്നേരം 3:30 വരെ നിങ്ങൾ ഇതിൻ്റെ ചെവിട്ടി കുത്തി ഇരുന്നിട്ട് കിട്ടിയത് നിങ്ങൾക്ക് 203 രൂപ. 188 203 രൂപ. 188 203 158 പോയ എത്രയാണ്? 12 3 15 പോയിൻറ്റ്. മാർക്കറ്റ് ഇവിടുന്ന് 15 പോയിൻ്റാണ് നിങ്ങൾക്ക് ആകെ കിട്ടിയത്. ഓക്കെ, 11 മണിക്ക് ഇവിടെ ട്രേഡ് അവസാനിപ്പിക്കേണ്ട നിങ്ങൾ ഇതിൻ്റെ ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് കുത്തിപ്പിടിച്ച് ഇതിൻ്റെ ചവിട്ടിൽ ഇരുന്നതിന് ശേഷം മാർക്കറ്റ് ആടിക്കളിച്ച് 3:30 വരെ നിങ്ങൾ ഇതിൻ്റെ ചവിട്ടി കുത്തിയിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വെറും 12 പോയിൻ്റാണ്. 12 അല്ല 13 പോയിൻ്റാണ്. അല്ല 12 15 പോയിൻ്റാണ് നിങ്ങൾക്ക് ആകെ കിട്ടിയത്. ഇത്രയും നേരത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയത് ആകെ 15 പോയിൻ്റ്. അതേ സമയം ഇവിടെ 11 മണിക്ക് ട്രേഡ് അവസാനിച്ച് നിങ്ങൾ വീട്ടിൽ പോയിരുന്നെങ്കിലോ സമാധാനമായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡിനെ ബുദ്ധിപരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? അതിന് എന്തൊക്കെ ആസ്പെക്ട്സ് നമ്മൾ നോക്കണം എന്നുള്ളത് നമ്മൾ വഴിയെ പഠിച്ചു വരും. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലായത്? ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആ ചാർട്ട് നോക്കിയാണ് നമുക്ക് മനസ്സിലായത്. മാർക്കറ്റ് എന്ത് ചെയ്തില്ല, അവിടെ അഡീഷൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ ലിക്വിഡിറ്റി കുറവാണ്, അവിടെ ആൾക്കാർ പേടിയാണ്. കാരണം വിക്സ് പിന്നെ കുറയുന്നില്ല. വിക്സ് പിന്നെയും 13 എത്രയുള്ള വിക്സ് നിൽക്കുന്നത്? 13 എത്രയാണ് വിക്സ്? 13.7 അതായത് 9% വിക്സ് കയറി നിൽക്കുക. അപ്പോൾ ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ടും വിക്സ് എന്ത് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും വിക്സ് കുറയുന്നില്ല. കണ്ടോ? കാണിച്ചു തരാം ഞാൻ. ഉണ്ടോ? വിക്സ് ഒരു കാരണവശാലും കുറയുന്നില്ല, ഇങ്ങനെ ആടിക്കളിച്ച് ഇവിടെ നിൽക്കുകയാണ്. വിക്സ് താഴോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രീമിയത്തിൽ ഒരു ഈ പറയുന്ന ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഭീതി നിൽക്കുകയാണ്. മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു അൺസർട്ടനിറ്റി നിൽക്കുകയാണ്. ആ അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ടാണ് വിക്സ് ഇങ്ങനെ കുറയാൻ നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും സെൽ ഓഫ് വരുമോ? കാരണം ഇത് ആക്ച്വലി ഒരു ബുള്ളിഷ് സെറ്റപ്പ് അല്ല, ഇത് ആക്ച്വലി ഷോർട്ട് കവറിങ് ആണ് ഈ നടക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. മാർക്കറ്റിലെ ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബുള്ളിഷ് മൊമെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്ട്സ് വേണം. നിങ്ങളത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു പോസിറ്റീവ്, ഇതിലായിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ഇതിലായിട്ട് വന്നിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. മാർക്കറ്റിൽ ഇതിലായിട്ടൊരു പോസിറ്റീവ് ന്യൂസ് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിൽ പോകുന്നത്? അതായത് ഷോർട്ട് കവർ ചെയ്യാണ്. കാരണം ഇപ്പം ഏകദേശം 60% ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ ഷോർട്ട് കുറഞ്ഞേക്കുന്നു. 88 വരെ കടന്ന ഷോർട്ടാണ്. അത് FIS ഇപ്പം 60 അടുത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഷോർട്ടെല്ലാം കവർ ചെയ്യുമ്പം അതനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളോട്ട് കയറിപ്പോവും. ഇതുവരെയായിട്ടും ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആ ഒരു പോസിറ്റീവ് ന്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫിയർ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് തികച്ചും എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ അങ്ങനെ മാത്രമേ ഇതിനെ കണക്കാക്കാവൂ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ കൺസെപ്റ്റാണ്, എൻ്റെ വ്യൂ ആണ് ഞാനീ പറയുന്നത്. ഓക്കെ, ഇത് ഒരു പക്ഷേ തെറ്റാം, ശരിയാവാം. ഓക്കെ, അത് നിങ്ങളുടെ പഠനാർത്ഥം, നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ പോയിന്റ് വന്നതിന് ശേഷം, നമ്മുടെ ഈ ടാർഗറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് എത്ര മാത്രം പോയിട്ടും ഒരു അപ്രീസിയേഷൻ നമുക്കിവിടെ ഉണ്ടായില്ല എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി നാളത്തെ മാർക്കറ്റിലോട്ട് വരാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്ത് സംഭവിച്ചു, നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്തോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ലെവൽ കൃത്യമായിട്ട് വന്ന് റെസ്പെക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ കറക്റ്റായിട്ടൊരു ചെറിയ റീടെസ്റ്റ് വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ നല്ല സൂപ്പർ എൻട്രിയാണ്. നമ്മുടെ സൂപ്പർ എൻട്രിയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി കിട്ടിയത്. കറക്റ്റായിട്ട് ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, നേരെ താഴെ പോയി. അതിനുശേഷം നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു, ഒരു ക്യാൻഡിൽ കിട്ടി, വീണ്ടും ഒരു റീടെസ്റ്റ് വന്നു, മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. വെരി സിമ്പിളാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ചാർട്ട്. വെരി സിമ്പിൾ
സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡിങ് ഇത്രയും പോയിന്റ് എത്രയാണ് 951 600 പോയിന്റ് 650 പോയിന്റ് 700 പോയിന്റ് സുന്ദരമായിട്ട് ഒറ്റ സ്ട്രെച്ചിന് ഒരു ടെൻഷനും ഇല്ലാതെ 700 പോയിന്റ് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നാളെ ജസ്റ്റ് നമുക്കിതൊന്ന് ഈ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലെവൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ലെവൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഇതായിരിക്കും ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഇത് തന്നെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിനും മാറ്റങ്ങളൊന്നുമില്ല. ഇതും അത് കളഞ്ഞേക്കാം, അത് പോട്ടെ, അത് വേണ്ട. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഒരു ലൈന് ഇതിൻ്റെ മുകളിൽ വെക്കാം, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കാന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. വേണ്ട, തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ നമ്മളത് കൂലങ്കഷമായിട്ട് ഒത്തിരി പണിയേണ്ടി വരും. ഓക്കെ, അത്രയും വേണ്ട, അതവിടെ നിന്നോട്ടെ. നമുക്കപ്പോൾ മുകളിലോട്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മുകളിലോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. മുകളിൽ നമുക്കൊരു ഇപ്പോൾ എല്ലാവരും എൻ്റെ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. ഇടത്താവളമില്ല, ഇടയ്ക്ക് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഇടത്താവളമില്ല ചേട്ടാ, ഇടത്താവളമില്ല എന്ന്. മനസ്സിലായി? നമ്മുടെ ഭാഷകളൊക്കെ ആൾക്കാർ കയ്യേറാൻ തുടങ്ങിയെന്ന് തോന്നും. ഇടത്താവളമില്ല ചേട്ടാ, ഇടത്താവളമില്ല. ഓക്കെ, നമുക്ക് ഇടത്താവളം എന്ന് പറയാൻ നമുക്ക് ഈ ഒരു പോയിന്റ് വെക്കാം. ഈ ഒരു നല്ലൊരു പോയിന്റ് അത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു റേഞ്ച് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് റേഞ്ച് നമ്മുടെ, ഇത് അടുത്ത റേഞ്ച്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയാണ് ഈ പറയുന്നത്. എത്ര പേര് ഇന്നത്തെ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. കാരണം ലേറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് 2 ആരോ വരച്ചിട്ടേക്കാം, ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകാം, സമയം അങ്ങ് പോവാം. മേലോട്ട് റേഞ്ചിനകത്ത് ഇതാണ് റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലോട്ട് മാറ്റാം. അതങ്ങ് പോയി ഇരിക്കട്ടെ കേട്ടോ. അടുത്തത് ഇവിടെ ബാങ്ക് നിഫ്റ്റിയാണെങ്കിൽ പറയുന്നത്. താഴോട്ട് ഞാൻ ഒറ്റ ഒരെണ്ണം വരയ്ക്കുന്നുള്ളൂ, സമയം അങ്ങ് പോവാം. എനിക്കറിയാം നിങ്ങൾ അക്ഷമരായിട്ടിരിക്കുകയെന്നറിയാം. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അടുത്ത് നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് നോക്കാം. ഇതൊക്കെ ചെയ്യുമ്പം മിഡ് ക്യാപ്പ് എന്താണ്? കറക്റ്റ് നമ്മുടെ ലെവലിൽ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. എവിടെയൊക്കെ പോയാലും നമ്മുടെ അടുക്ക തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്കൊരു റേഞ്ച് വരയ്ക്കണം. റേഞ്ച് വരയ്ക്കാൻ നമുക്ക് ഇവനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിൽക്കട്ടെ, ഇങ്ങനെ ഇവനെ നമുക്ക് താഴോട്ട് ഇറക്കാൻ ഇതാണ്. ഓക്കെ, മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് ബാക്കി നോക്കുക. നിങ്ങൾക്ക് ഇവിടെ പലരും എന്നോട് ചോദിച്ചാൽ ഇടത്താവളം ഉണ്ടോ? നമുക്ക് ഇടത്താവളം നോക്കിയേക്കാം. ഇടത്താവളം നമുക്ക് നോക്കാം. ഇടത്താവളം കിട്ടാൻ ഇച്ചിരി പണിയാണ് അവിടെ. ഇടത്താവളം ഇടത്താവളം ഇടത്താവളമാണേ. ഓക്കെ, ഇനി ഇടത്താവളക്കാരുടെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഓക്കെ, ഇടത്താവളം കിട്ടിയല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്തത് മേലോട്ട്. ബാക്കി നിങ്ങൾ മേലോട്ട് നോക്കിക്കോണം, താഴോട്ട് ഇങ്ങോട്ട്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ വരച്ചോ കേട്ടോ, സമയം പോകുന്നു. ഓക്കെ, ഇത് രണ്ട് റേഞ്ച് ഇനി അത് കിട്ടിയില്ല. ഇനി അത് സാറേ റേഞ്ച് കണ്ടില്ല എന്ന് പറയും നിങ്ങൾ. ഓക്കെ, റേഞ്ചും ആയല്ലോ. അപ്പോൾ ഇത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ നാളെ നമുക്ക് എന്താണ്? ഈ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ട്രെൻഡ് ലൈൻ വേണം. ഈ ട്രെൻഡ് ലൈന് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഒന്ന് പണിത് നോക്കാം. ചെറുതായിട്ടൊന്ന് പണിത് നോക്കാം നമുക്ക്. ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് പണിയേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് ചുമ്മാ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കാമല്ലോ. നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത്. ഈ ലൈൻ ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടി അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമുക്കൊരു റേഞ്ച് കിട്ടണമല്ലോ. ഒരു റേഞ്ച്. ആ റേഞ്ചിന് നമുക്ക് ഇവനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതാ നോക്കിക്കേ. ഇവനെ നമുക്കൊന്ന് മേലോട്ട് വെക്കാം. കണ്ടോ സംഭവം? മനസ്സിലായല്ലോ? ഇച്ചിരി മേലോട്ട് പോകും. കണ്ടോ? അപ്പോൾ കറക്റ്റ് ഒരു പാരലായിട്ടാണ് സംഭവം പോകുന്നത് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇവനെ നമുക്ക് വേണമെന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഈ 2 ലൈൻ അവിടെ നിൽക്കട്ടെ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ട്രേഡ് നോക്കാം. അപ്പോൾ ഇവനെ തട്ടിക്കളയാം. ഓക്കെ. അപ്പോൾ നമുക്കിനി നാളത്തെ റേഞ്ച് വരയ്ക്കണം. നാളത്തെ റേഞ്ച് ഇതാണ് ഫസ്റ്റ് റേഞ്ച്. താഴത്തെ റേഞ്ച് ഇത് തന്നെയാണ് താഴത്തെ റേഞ്ച്. നമുക്കിത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തന്നെയാണ്. ഇതാണ് നാളത്തെ റേഞ്ച്. ഓക്കെ. ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബാക്കി ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ. ബാക്കി ലെവലുകളൊന്നും ഞാൻ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇവിടെ ഇവനെ മുകളോട്ട് ബാക്കി ലെവലുകളിൽ ഇവിടെ കിടപ്പുണ്ട്. വേറെ ഒന്നും കാര്യങ്ങളില്ല. താഴോട്ട് നമുക്ക് നോക്കിയാൽ ഈ ലെവലുകളൊക്കെ മാറ്റണ്ട, കളർ മാറ്റണം. ഓക്കെ. നമുക്ക് താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇത് തന്നെയാണ്. ഈ പോയിൻ്റ് തന്നെയാണ്. ഈ പോയിൻറ്റിന് മാറ്റങ്ങളൊന്നുമില്ല. ഒരു മാറ്റം 630, 445, ഏകദേശം 200 പോയിൻറ്റിന് സംഭവമുണ്ട് ഇത്. അത് പറ്റത്തില്ല. 200 പോയിൻ്റ് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇടത്താവളം വരയ്ക്കണം അല്ലേ? ഇടത്താവളം വരയ്ക്കാൻ നമുക്ക് ഇത് വരയ്ക്കാൻ ഇച്ചിരി പുറകോട്ട് നോക്കിക്കോട്ടെ. ഇടത്താവളം ഇത് പോയോ? ഞാൻ ഇതിപ്പോൾ വരച്ചോ? അതില്ല. ഞാൻ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇടത്താവളം ഒരു മിനിറ്റ്. ചുമ്മാ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, നോക്കണ്ടേ? വെറുതെ കൊട്ടത്താപ്പ് വരച്ചാൽ മതിയോ? ഇതൊരിടത്താവളം. ഇത് ഈവൻ ഒരിടത്താവളം. ഇത് ഓക്കെ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങോട്ട് നിങ്ങൾ ഓടിച്ചുവിട്ട് കണ്ടോ കേട്ടോ, ഒരു കുഴപ്പമില്ല. പഠിക്കേണ്ടവർ മാത്രം കാണുക, അല്ലാത്തവർ ഓടിച്ചുവിട്ട് കാണുക. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ പറയാനാണ്. ഓക്കെ. ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം കിടപ്പുണ്ട്. താഴായിട്ട് കാണാൻ വരുവാണെങ്കിലോ. അന്നേരം ഇപ്പോൾ നമുക്ക് ഇടത്താവളം ഇവിടെ വരയ്ക്കാം. അടുത്തത് വേണ്ടിതാ. വേണ്ട, അവിടെ കിടക്കട്ടെ, തൽക്കാലം അവിടെ ആക്കിക്കട്ടെ. ഇതിപ്പോൾ ഇത്ര മതി. ഇത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് പ്ലാൻ ചെയ്ത് ഇതിന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇത് കാണുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. നിർബന്ധമായിട്ടും ചെയ്യാതിരിക്കരുത്. ഓക്കെ. ശരി. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.